നിയമസഭയിൽ നടന്ന പൊതുചർച്ചയിൽ താരമായത് മുസ്ലിം ലീഗ് നേതാവും ഉപപ്രതിപക്ഷ നേതാവുമായ പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ്. 10 മിനിറ്റോളമാണ് കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചത്. അതിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ കണക്കിനെ പരിഹസിച്ചാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കത്തിക്കയറിയതും. കേരളത്തിലൂടെ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത തന്റെ കുത്തകയാണെന്ന് അവകാശപ്പെടുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും കണക്കിന് കൊടുത്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസാരിച്ചത്. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്നും LDF സർക്കാർ എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുകയാണ് എന്നും പറഞ്ഞ് നാണം കെടുത്തിയാണ് കുഞ്ഞാലിക്കുട്ടി പ്രസംഗം അവസാനിപ്പിച്ചത്. മൂന്നാമതും LDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ കാരണം ഒരു കാര്യം മാത്രമാണ് എന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ആ വീഡിയോയും ഒന്ന് കാണാം. പാളി 8-9 കൊല്ലം ഭരിച്ച് 2 ടേം ആവുമ്പോൾ ആ പാളല് ജീവിതത്തിൻ്റെ നാനാതുറയിലുള്ള മുഴുവൻ ജനങ്ങളെയും ബാധിച്ചു തുടങ്ങി. സർ, അതാണ് സത്യം. ഞാൻ തുടക്കം പാളി എന്ന് പറയാനുള്ള കാരണം, സർ, ബഹുമാനപ്പെട്ട ശ്രീ തോമസ് ഐസക്ക് ധനകാര്യ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം വലിയ ആവേശത്തിലായിരുന്നു. GST വരട്ടെ, എല്ലാം ശരിയാവുന്നായിരുന്നു. 5000 കോടി കോടികളുടെ കണക്ക് ഇപ്പം അങ്ങ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ട്രില്യനൊക്കെ പറഞ്ഞ മാതിരി കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ടേക്ക് ഓഫും അതുപോലെ തന്നെ ലാൻഡ് ചെയ്യണ സമയത്താണല്ലോ പറഞ്ഞത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ വലിയ ആവേശത്തിലായിരുന്നു അദ്ദേഹം. GST വരട്ടെ, എല്ലാം ശരിയാവും എന്നായിരുന്നു പറഞ്ഞത്. 30% ഗ്രോത്ത്. GST വന്നു, പ്രതീക്ഷിച്ചത് 30% ഗ്രോത്താണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ കേരളത്തിൽ ശരിക്ക് ഒരു കൺസ്യൂമർ സ്റ്റേറ്റായ കേരളം യഥാർത്ഥത്തിൽ ഭാവനയിൽ കണ്ടത് ശരിയായിരുന്നു. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഈ GST ഓൺ ടാക്സ് ഓൺ കൺട്രി കൊണ്ട് അത് കൊണ്ടുവന്നതൊക്കെ അത്ര മോശമായ കാര്യമായിരുന്നില്ലല്ലോ. കേരളത്തിന് നന്നായി പ്രയോജനപ്പെടുത്താവുന്ന GST വരുമാനം കൊണ്ട് സംസ്ഥാനത്തിൻ്റെ സ്ഥിതിയിൽ മാറ്റം വരുത്താവുന്നതൊക്കെ സാധ്യത തന്നെ ആയിരുന്നു അത്. പക്ഷേ അതിനനുസരിച്ച് സംവിധാനം റീസ്ട്രക്ചർ ചെയ്യണ്ടേ? സംവിധാനം റീസ്ട്രക്ചർ ചെയ്തില്ല. പഴയ പടി, എല്ലാം പഴയ പടി. അങ്ങനെ അദ്ദേഹം തുടർന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്ന ടീമാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി വരുമ്പോഴേക്ക് സമയം പോയി. സമയം പോയതിൻ്റെ ഫലമായി ഇപ്പം എന്തുണ്ടായി? ആ തുടക്കം പാളിയതുകൊണ്ട് GST മഹാകാര്യമൊക്കെ ആയി പറഞ്ഞ് വരുമാനത്തിന് ഇപ്പം യാതൊരു വഴിയില്ല. അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, ധനകാര്യമന്ത്രി പറയുന്നുണ്ടല്ലോ, ഇനി ഒരു ടേക്ക് ഓഫാണ്, ട്രില്യൺ എക്കണോമിയ. എങ്ങനെ, എവിടുന്ന്? വായ്പെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല, ശരി തന്നെ. അതുപോലെ തന്നെ ടാക്സ് കെട്ടാനുള്ള പവറില്ല. ടാക്സ് കെട്ടാൻ ഞങ്ങളൊക്കെ ഗവൺമെൻറ്റിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പുതിയ വരുമാന മാർഗങ്ങൾ ആലോചിക്കാമായിരുന്നല്ലോ. പുതിയ വരുമാന മാർഗം അങ്ങനത്തെ യാതൊരു ഇതുമില്ല. പക്ഷേ ഇപ്പം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ GST വരുമാനം വർദ്ധിപ്പിക്കുക അല്ലാതെ, അങ്ങനെയുള്ള വരുമാന മാർഗങ്ങൾ നോക്കല്ലാതെ യാതൊരു മാർഗവുമില്ല. സർ, ഈ പാളല് ആരെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? സർ, അതാണ് ഗൗരവമുള്ള സംഗതി. ആശാവർക്കർമാർ വെയിലത്ത് കിടക്കും. സർ, അവർ ഈ കിടക്കണ കിടത്തം നമുക്ക് അത്ര ഭൂഷണമല്ല. സർ, ഒന്ന് വിളിച്ച് ചർച്ച ചെയ്ത് എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുത്ത് അങ്ങനെയില്ലേ, സാമ്പത്തിക പരാധീനത മനസ്സിലാക്കാം. പക്ഷേ ഒരു നിലക്കും തിരിഞ്ഞു നോക്കൂല, അവരെ കളിയാക്കി വിടുക എന്ന് പറയുന്ന ആ നയം ശരിയാണോ? ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത്. കാരണം ചെയ്ത സാമ്പത്തിക കാര്യമാണ് നിങ്ങളെ പ്രശ്നം. ഇതെങ്ങനെ ഈ വലിയ സാമ്പത്തിക ബാധ്യത വരുമല്ലോ എന്നാലും ഇല്ലേ ഒരു ഗിവ് ആൻഡ് ടേക്ക് അപ്രോച്ച്? ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് അപ്രോച്ച് ആ കാര്യത്തിൽ ഇല്ല. പൊളിറ്റിക്കലായിട്ട് ഇപ്പോൾ നമ്മളാരും അതിനനുകൂലിക്കുന്നവരല്ലല്ലോ. സർ, അതുപോലെ നിങ്ങളുടെ ഈ റീസ്ട്രക്ചറിങ്ങും അതുപോലെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളും ഇന്ന് എന്തിനൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത്? സർ, മലയോര മേഖലയിലെ
ഇപ്പോൾ പുലി ഇറങ്ങുന്നു, ആളെ പിടിക്കുന്നു, ആന വരുന്നു, ചവിട്ടി കൊല്ലുന്നു. എന്താ പ്രശ്നം? സംവിധാനം വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. ഫോറസ്റ്റ് മന്ത്രി നോക്കണം എഫിഷ്യൻ്റായിട്ട്, അതില്ല. അത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഏതായാലും ഇല്ല. ഒരു ഫാസ്റ്റായിട്ടുള്ള, ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യേണ്ട ഒരു സമയമാണ്. നാട്ടിൽ പുലി ഇറങ്ങാണ്, നാട്ടിൽ ആന ഇറങ്ങാണ്, മൃഗങ്ങൾ ഇറങ്ങാണ്. അതുപോലെ എവിടെയെത്താം, ഏത് അങ്ങാടിയിലും കാണാം. മാനന്തവാടി അങ്ങാടി കൂടി ആന അങ്ങനെ ഓടുന്നുണ്ട്. ഒരു ദിവസം നോക്കുമ്പോൾ കാട്ടാനയാണ്. നിലമ്പൂർ അങ്ങാടി കൂടി അങ്ങനെ ഓടുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ചേരി അങ്ങാടിയുടെ അടുത്ത് പുലി. ഇത് നമ്മൾ പ്രാകൃത യുഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് പുരാണങ്ങളിലൊക്കെ കാണില്ലേ, അതാണ് അന്ന് വലിയ ധീരകൃത്യമായി ഇതിനെ കണ്ടിരുന്നത്. കാരണം എവിടെ വേണമെങ്കിലും കാട്ടുമൃഗങ്ങൾ, ഹിംസ്ര ജന്തുക്കളുണ്ടായിരുന്നു. പക്ഷെ ആ സമാനം മാറിയില്ലേ. എന്നിട്ടിപ്പോൾ വന്ന് ആ പഴയ സമാനയിലേക്ക് എത്തി. കാരണം എന്താ? ജീപ്പില്ല, അതുപോലെ തന്നെ സംവിധാനമില്ല. സർ, നാട്ടിലെ പോലീസ് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണം. പോലീസ് സ്റ്റേഷനിൽ ഇന്നും രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ വരാൻ പെട്രോളില്ല, വണ്ടിയില്ല സർ, വണ്ടിയില്ല. സർ, എന്താ കഥ? അപ്പോത്തിൽ നാട്ടിൽ നടക്കണ മുഴുവൻ നടന്നു തീരൂലേ? ഇന്നിവിടെ അടിയന്തര പ്രമേയം ഉണ്ടായി. ആരോഗ്യ രംഗത്ത് നമ്മുടെ പഴയ സ്റ്റാറ്റസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വസ്തുതയാണ്. കറണ്ട് ഇപ്പോൾ ചെലവഴിക്കാനുള്ള പണമില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. സർ, മലബാർ മേഖലയിലുള്ള വിദ്യാലയങ്ങളിൽ പുതിയ കോഴ്സ് അനുവദിച്ചോ? സർ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് നിന്നപ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെച്ച് പോയിരുന്നത് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ്. അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. അതുപോലെ തന്നെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും അതിൽ രാഷ്ട്രീയവും നോക്കിയില്ല, കോളേജ് ഇല്ലാത്തടത്തൊക്കെ കോളേജ് അല്ലേ. അതുപോലെ തന്നെ കുറവുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ ഓരോ വർഷം പാസ്സായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അവർക്ക് സ്റ്റാൻഡേർഡുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം. ആ സ്റ്റാൻഡേർഡുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 65ഉം 70ഉം കുട്ടികൾ ഒരു ക്ലാസ്സിൽ അങ്ങനെ പറ്റുമോ? അപ്പോൾ ആവശ്യമായ കോഴ്സുകൾ അനുവദിക്കണ്ടേ? ഡിഗ്രി കോഴ്സുകൾ അനുവദിക്കണ്ടേ? +2 കോഴ്സുകൾ അനുവദിക്കണ്ടേ? നിങ്ങൾ 10 വർഷമായിട്ട് അതെടുത്ത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചു, വല്ലതും അനുവദിച്ചു. ആ ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട്സിലൊക്കെ സ്ഥിതി എന്താ? അവിടുത്തെ കാര്യം എന്താ? ഇപ്പം നമ്മൾ പബ്ലിക് സ്കൂളുകളെ ശക്തിപ്പെടുത്തി, കോളേജുകളെ പബ്ലിക് എഡ്യൂക്കേഷനെ ശക്തിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സർ, അതുപോലെ എല്ലാ രംഗങ്ങളെയും ബാധിക്കുകയാണ് ഓരോരോ പ്രഖ്യാപനങ്ങൾ. അങ്ങനെ അടിസ്ഥാന സൗകര്യത്തിന് 300 കോടി അങ്ങ് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കും. 10 പൈസ നോ എക്സ്പെൻഡിച്ചർ. അതുപോലെ തന്നെ IT രംഗത്ത് ഇൻഫ്രാസ്ട്രക്ചർ 134 കോടി നോ എക്സ്പെൻഡിച്ചർ. ഞാൻ ആ ലിസ്റ്റ് വായിക്കുന്നില്ല. അതുപോലെ തന്നെ എക്കണോമിക് റിവ്യൂ എടുത്ത് നോക്കൂ സർ. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുക്കാതെ അത് നിലനിൽക്കുമോ? ഇന്ന് ഈ പ്രാവശ്യത്തെ എക്കണോമിക് റിവ്യൂ എടുത്ത് നോക്കിയാൽ മതി, കാണാൻ കഴിയും. എന്താണ് നന്നായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. 15ആയി. ലാഭമൊക്കെ പറയാണ്ട് ഇരിക്കുക നല്ലത്. ലാഭത്തിൻ്റെ പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. KMML അടക്കം സമരായി ആനുകൂല്യങ്ങൾക്ക് വേണ്ടി. പക്ഷെ അവസാനം വന്നിട്ട് ഇപ്പോൾ ശമ്പളം കൊടുക്കൽ ഒരു അപൂർവ കാര്യമായി മാറി. സർ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ റേഷൻ മുടന്തി അല്ലേ പോണത്. പഴയ മാതിരി റേഷൻ സംവിധാനം ഇപ്പോൾ എഫിഷ്യൻസി ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ അന്വേഷിച്ചാലും കഴിയും, അത് ഫണ്ടിൻ്റെ പ്രശ്നമാണ്. സർ, പല സംസ്ഥാനങ്ങളിലും ശമ്പളം മുടങ്ങിയിട്ടുണ്ട്, ഇവിടെ മുടങ്ങിയിട്ടില്ല എന്നാണ് ഒരു നേട്ടം പറയുന്നത്. അതൊരു വല്ലാത്ത കാര്യമാണല്ലോ. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ മാതിരി എല്ലാത്തിലും പറയും താരതമ്യപ്പെടുത്തി. ഇപ്പം ഇന്ന് രാവിലെയും പറഞ്ഞു, എന്താ വെച്ചാൽ ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ബാക്കിയുള്ള രംഗത്ത് പണ്ടേ അങ്ങനെ ആയിരുന്നില്ലല്ലോ. നമ്മൾ ലോകോത്തര നിലവാരത്തിൽ നിന്ന ഞാനൊക്കെ വ്യവസായ മന്ത്രിയായിരുന്നു, IT മന്ത്രിയായിരുന്ന കാലത്ത് പല സ്ഥലങ്ങളിലും ഡെലിഗേഷനിൽ പോയിട്ട് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഇന്ത്യൻ സംസ്ഥാനമായ കേരളം വേൾഡ് ക്ലാസ് ആയുർദൈർഘ്യം, വേൾഡ് ക്ലാസ് ലിറ്ററസി, വേൾഡ് ക്ലാസ് ആരോഗ്യം, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്,
അങ്ങനെ പലതും പണ്ടേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണതാണ്. ഇപ്പോ ഒക്കെ ഇത് ഇന്നലെ കൊണ്ട് ഉണ്ടായതുപോലെ മിഷണറിമാരുടെ പ്രവർത്തനവും കേരളത്തിലെ പ്രത്യേകതയും ലിറ്ററസിയും ബാക്കി കാര്യങ്ങളൊക്കെയാണ് കേരളത്തെ നിലവാരത്തിലെത്തി. ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫണ്ട് കുറവ്, ഇത്ര പണമില്ലാത്ത സ്ഥിതിയിൽ ഇത് കണ്ടിന്യൂ ചെയ്താൽ ആ സ്റ്റാൻഡേർഡ് നമുക്ക് നിലനിർത്താൻ കഴിയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. സർ, ഇപ്പോൾ 80%ഓ 85%ഓ ചെലവഴിച്ചിട്ടാണ് നമ്മൾ പെൻഷനും ശമ്പളവും ബാക്കിയുള്ളതും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ കൂടിക്കൂടി ലോൺ എടുക്കുന്നതിനനുസരിച്ച് പിന്നെയും കൂടി പോയി അവസാനം നമ്മളെ ശമ്പളം മുടങ്ങുന്നപ്പോൾ ഒരു ശമ്പളം കൊടുക്കുക എന്നുള്ളത് ഉത്സവ സീസണിലൊക്കെ ഒരു ടാസ്ക് അല്ലേ. ചില സമയത്ത് മാർച്ചിൽ പ്രശ്നങ്ങളല്ലേ. എങ്ങനെയെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണം, മുടങ്ങുന്നില്ല എന്നുള്ളത് ശരി. അത് മതിയോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം? സർ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 8-9 കൊല്ലമായി തുടക്കം പാളി അതിൻ്റെ സർ 2 മിനിറ്റ് തുടക്കം പാളി അതിൻ്റെ ഒടുക്കം വരെ ഇങ്ങനെ പോകും. എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ തിരിച്ചു വരും. ഞാൻ സാർ അതുകൂടി ആ പൊളിറ്റിക്കൽ പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തിരിച്ചു വരും എന്ന് പറയുന്നത് എനിക്കറിഞ്ഞു. കാരണം സാർ അല്ല ഞാൻ പറയട്ടെ, ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായ പല അസംബ്ലി മണ്ഡലങ്ങളും ആ അസംബ്ലി മണ്ഡലങ്ങളിൽ തന്നെ നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായ ബൂത്തുകളിലൊക്കെ നിങ്ങൾ വല്ലാതെ താഴെ പോയിട്ടുണ്ട്. അതാണ് വസ്തുത. അതെങ്ങനെ ആ ജനങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എതിരായി വോട്ട് ചെയ്തുകൊണ്ടും അല്ലേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ആ റിസൾട്ട് ഉണ്ടായത്. ഇനി വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണ് സർ? അപ്പോഴാണ് അനലൈസ് ചെയ്യുമ്പോൾ ഒരു സാധ്യത കാണാവുന്നത്, തിരിച്ചു വരാനുള്ള അവരൊരു ഹോപ്പ്. ഇപ്പൊ ഞാൻ അത്രയും സമയം പറഞ്ഞ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലല്ല, ബാലൻസ് ഷീറ്റ് എടുത്തു നോക്കുമ്പോൾ ആകെ ആ റോഡാണുള്ളത്. അത് ഗഡ്കരിന്റെ റോഡാണ്, ഇന്ത്യ ഒട്ടാകുള്ള റോഡാണ്. അത് നിങ്ങളതല്ല. അതിൽ നിങ്ങൾ 8 കാലി വമ്മുഞ്ഞി ഇത് നമ്മളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കാന്നല്ലാതെ യാതൊരു കാര്യമില്ല. എല്ലാവർക്കും ഒരേ പറഞ്ഞു കേട്ടാൽ തോന്നും ഈ റോഡ് കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നിൽക്കും. അതില്ലല്ലോ, അത് തുടർന്ന് പോവുകയല്ലേ. അത് ഇന്ത്യ ഒട്ടാകുള്ള റോഡാണ്. അതിന് 5000 കോടി ഉറുപ്പിക കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അത് നമുക്ക് അവകാശപ്പെടാം. ലാൻഡ് എത്ര? അത്രേ ഉള്ളൂ. പക്ഷെ ആ റോഡ് കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരത്ത് കടന്ന് പിന്നെയും പോവില്ലേ? സ്റ്റേറ്റ് കൊടുക്കും, അത്രേ ഉള്ളൂ. എന്നിട്ട് 8 കാലി വമ്പഞ്ഞി. കാരണം ഈ റോഡ് നമ്മളതാണ്. എന്താണ് കാണാനുള്ള ആകെ ഒരു സാധനം അതാണ്, വേറെ ഒന്നും കാണാനില്ല. ഞങ്ങൾ കൊണ്ടുവന്ന ഇൻവെസ്റ്റ് കേരളമൊക്കെ പറയുന്നു, ഞങ്ങൾ കൊണ്ടുവന്ന പിന്നെ സ്മാർട്ട് സിറ്റി വരെ പോയി. അതാണ് ഫലം. വേറൊരു ഫലം ഈ 9 കൊല്ലത്തെ 10 കൊല്ലത്തെ ഭരണം കൊണ്ട് കാണാനുള്ളതില്ല. പിന്നെ എങ്ങനെ തിരിച്ചു വരാനാണ് സാർ? എനിക്ക് തോന്നുന്നു ആകെ ഒരു ഹോപ്പുണ്ട്. അങ്ങേക്ക് പറഞ്ഞുതരാം. അങ്ങേക്കൊരു സുരക്ഷിത മണ്ഡലമൊക്കെ ഉള്ളതാണ്, പേടിക്കണ്ട സാർ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ തിരിച്ചുവരവിൻ്റെ കഥ എന്താണ്? ആ എനിക്ക് തോന്നുന്നു ആകെ ഒരു വിഷയത്തിലാണ് ഹോപ്പ്. ബി ജെ പി കുറച്ച് വോട്ട് അടിച്ചു മാറ്റും, അതിന്മേൽ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ്. മുനമ്പൊക്കെ തീർക്കാതെ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ്. മുനമ്പം തീർക്കാതെ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ്. സാർ, ഒരു ഗവൺമെന്റ് വിചാരിച്ചാൽ ഗവൺമെന്റ് നിങ്ങളെടുത്ത് തന്നെ വഖഫ് ബോർഡ് നിങ്ങളെടുത്ത് തന്നെ ആ പ്രശ്നങ്ങൾക്ക് കൂടിയാലോചനയിലൂടെ തീർക്കാൻ കഴിയില്ലേ? ബന്ധപ്പെട്ട കക്ഷികൾ മുഴുവൻ പറഞ്ഞില്ലേ? പറഞ്ഞു ഗവൺമെന്റ് തീർക്കണം നെഗോഷിയേഷൻ. പക്ഷെ നിങ്ങൾ തീർക്കുന്നില്ലല്ലോ. ഒരു കൂടിയാലോചനക്ക് ഇതുവരെ വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആരെയും എല്ലാരെയും വിളിച്ചിട്ട് കൂടിയാലോചനയിലൂടെ തീർത്തൂടെ? വഖഫ് ബോർഡ് നിങ്ങളത്, ഗവൺമെന്റ് നിങ്ങളത്. ഗവൺമെന്റ് അധികാരമില്ലാന്നാണോ പറയുന്നത്? പ്രശ്നം തീർക്കാൻ ഞാൻ നിർത്തുകയാണ്. അധികാരമില്ലാണോ പറയുന്നത്? തീർക്കൂല. കാരണം എന്താ? ആകെ ഒരു പ്രതീക്ഷയാണ് ബി ജെ പി കുറച്ച് വോട്ടടിച്ചു മാറ്റും, അങ്ങനെ നമുക്ക് വരാം, അതായിരിക്കണം തിരിച്ചു വരും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞു തന്നാൽ മനസ്സിലാക്കാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഇതിനെ